أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഹയാത്താക്കും. ഭൂമിയിൽ അള്ളാഹു ഗനിയുൻ അലിൽ ആലമീനാണ്. സർവ്വലോകങ്ങളെ തൊട്ടും ഐശ്വര്യവാനാണ് അള്ളാഹു. ആരുടെയും ആവശ്യം അള്ളാഹു താലാക്കില്ല. ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റേതാണ്. ദീനുള്ള അള്ളാഹുവിൻ്റേതായൊരു കാര്യം, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കാര്യം, അത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് നന്നായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഭൂലോകത്ത് ഇന്ന് മാറ്റങ്ങളുടെ കാലമാണ്. എന്താണ് ഈ മാറ്റങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അംബിയാ മുർസലീങ്ങളെ കൊണ്ട് എന്തൊരു മാറ്റമാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്തത്, അത് ഏത് രീതിയിൽ നടപ്പിലാകുന്നോ അതിനാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ദീനിയായ മാറ്റം. മാറ്റങ്ങൾ രണ്ട് രീതിയാണ്. ഒന്ന് ദീനിയായ മാറ്റം, ഒന്ന് ദുന്യവിയായ മാറ്റം. ദുന്യവിയായ മാറ്റം അത് അസ്ബാബിനെ സംബന്ധിച്ചുള്ള മാലൂമാത്ത് അള്ളാഹു താല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. തുടക്കം മുതലേ അള്ളാഹു താല പഠിപ്പിച്ചിട്ടുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ഒന്നാമത്തെ മനുഷ്യൻ മുതൽക്ക് തന്നെ അസ്ബാബുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവ് അള്ളാഹു താല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു താല മനുഷ്യർക്ക് പ്രകൃതിപരമായി കൊടുത്തിരിക്കുന്ന അറിവാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് രീതിയിൽ അത് നടപ്പിലാക്കണം, ഇതൊക്കെ അള്ളാഹു താല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന കൗനിയായ കഴിവുകളാണ്, സാങ്കേതിക കഴിവുകളാണ്. അവിടെ പിന്നെ മതത്തിൻ്റെയോ ജാതിയുടെയോ വിശ്വാസത്തിൻ്റെയോ പ്രമാണത്തിൻ്റെയോ അടിസ്ഥാനമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔന് അറിവ് നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഈജിപ്ത് ഭരിക്കേണ്ടത് എന്ന്. അതിനാവശ്യമായ മെറ്റീരിയൽസ്, അസ്ബാബുകൾ, അത് അള്ളാഹു താല സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഫിർഔന്. അത് ആരുടെയും ഇടപെടലുകളൊന്നും ഇല്ലാതാക്കാനോ ഉണ്ടാക്കാനോ ഒന്നും കഴിയില്ല. നമ്രൂദിനും അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്. രാജ്യം ഭരിക്കാൻ ആവശ്യമായ അസ്ബാബുകളെ, മെറ്റീരിയൽസ് എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, അത് സമൂഹത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് സപ്ലൈ ചെയ്യേണ്ടത്, ഇതൊക്കെ അള്ളാഹു തആല ജന്മന കൊടുത്തിരിക്കുന്ന അറിവുകളാണ് മനുഷ്യർക്ക്. അത് ഇൻസാനിയത്തിൻ്റെ ഭാഗമാണ്. സാധാരണ പറയാറുണ്ടല്ലോ,
അത് ഇൻസാനിയത്തിൻ്റെ ഭാഗമാണ്. ഇൻസാനിയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഒരു കാര്യത്തിനും അല്ലാഹു തആല ആദർശത്തെയോ അവൻ്റെ വിശ്വാസത്തെയോ പരിഗണിക്കാറില്ല. എങ്ങനെയാണ് ദുനിയാവ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഉഖബത്ത് മുതലായ ആൾക്കാർക്കൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സൂറത്ത് മുദ്ദസ്സിറിൽ വിശദീകരിച്ചിട്ടുണ്ട്. ദുനിയാവ് ആരാണ് അവർക്കൊക്കെ നൽകിയത്, എന്തൊക്കെയാണ് നൽകിയത്, മക്കളെ നൽകിയത് ആരാണ്, അവർക്കൊക്കെ ഈ ദുനിയാവ് നീട്ടിപ്പരത്തി മക്ക മുതൽ തായിഫ് വരെ നീണ്ടു കിടക്കുന്ന തോട്ടങ്ങൾ ആരെ വകയാണ്, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തന്ന വിഷയമാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്? ആദർശവുമായിട്ട് ദുനിയാവിൻ്റെ വസ്തുക്കളെ ബന്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ പറയാറുള്ളൊരു വിഷയമുണ്ട്, ദീനുൽ ഇസ്ലാം ലോകത്ത് പ്രചരിക്കുന്നതിന് അല്ലാഹു തആല ഉണ്ടാക്കിയ 2 സബബുകളാണ് അൽ ഈമാനു വൽ അഅ്മാൽ. ദീനുണ്ടാവാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈമാനും അഅ്മാലുമാണ്. ദുനിയാവുണ്ടാകുന്നതിന് വേണ്ടി അല്ലാഹു തആല ഏർപ്പാടാക്കിയ 2 സംവിധാനമാണ് അൽ മാലു വൽ മുൽക്ക്, അധികാരവും പണവും. മാലും മുൽക്കും അല്ലാഹു തആല ദുനിയാവ് കൈകാര്യം ചെയ്യുന്നവർക്ക് നൽകാമെന്ന് ഏറ്റതാണ്. അത് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിന് കാരണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഉണ്ടാക്കും. അതിൽ നിന്ന് ഹിദായത്തിനെ വേർതിരിച്ചെടുക്കുക, എന്നിട്ട് ദീനുൽ ഇസ്ലാമിനെ അതിൽ നിന്ന് തിരിച്ചെടുത്ത് ഈമാൻ അഅ്മാൽ ഉപയോഗിച്ച് ദീനുൽ ഇസ്ലാമിനെ എങ്ങനെയാണ് ലോകത്തുണ്ടാക്കേണ്ടത് എന്നാണ് അല്ലാഹു തആല അംബിയാ മുർസലീങ്ങളിലൂടെ പഠിപ്പിച്ചത്. ദുനിയാവ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നല്ല അംബിയാ മുർസലീങ്ങളിലൂടെ എല്ലാവരും ദീനുൽ ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുകയാണ്. ആർക്കും അടിസ്ഥാനപരമായി ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ സാധാരണ പറയുന്നൊരു വിഷയമാണ്, 2 രീതിയാണ്. ഒന്ന് ഇൻസാനിയ, മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ സംവിധാനങ്ങൾ. രണ്ടാമത്തത് ഇസ്ലാമിയ, ദീനുൽ ഇസ്ലാമിനെ പരിഗണിച്ചുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ സംവിധാനങ്ങൾ. ആദ്യമായി അല്ലാഹു തആല മനുഷ്യന് പരിശീലിപ്പിച്ചത് ഇൻസാനിയത്താണ്. വസ്തുക്കൾ ഉപയോഗിച്ച് ആവശ്യങ്ങൾ പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് അല്ലാഹു തആല വിശദീകരിച്ചു കൊടുത്തത് ദുനിയാവിൽ. ആദം ഹവ്വ ദമ്പതിമാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് താമസം മാറ്റിയപ്പോൾ താമസം മാറ്റിയതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം വേറെയാണ്. ലക്ഷ്യത്തിന് മുമ്പ് മാർഗം ക്ലിയറാക്കി കൊടുക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഖുർആൻ ഷരീഫ് തന്നെ പറഞ്ഞതാണല്ലോ, ആദമിനോടാണല്ലോ പറഞ്ഞത്, ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മുതമതഉൻ ഇലാഹി. നിങ്ങൾക്ക് വേണ്ടി ദുനിയാവിൽ ഞാൻ താമസിക്കാനുള്ള സൗകര്യവും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുസ്തഖർ എന്ന് പറഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യം, മത്താ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള സൗകര്യം, ജീവനാംശം, ജീവിക്കാൻ ആവശ്യമുള്ള ഏർപ്പാടുകൾ, വസ്തുക്കൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ ദമ്പതിമാരോട് പറഞ്ഞത് എന്താണ്? ഫീഹാ തഹ്യൗൻ, ഇനി അങ്ങോട്ട് ഈ ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. വ ഫീഹാ തമൂത്തൂൻ, കുറച്ചു കാലം കഴിഞ്ഞ് ജീവിച്ച് ഈ ഭൂമിയിലാണ് നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കേണ്ടത് അഥവാ മരിക്കേണ്ടത്. വമിൻഹാ തുഖ്റജൂൻ, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങളെ മുഴുവനും ഞാൻ പുറത്തു കൊണ്ടുവരും. അന്നായിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഇത് പകുതിക്ക് ഏതോ ഒരു നബി വന്നിട്ട് സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ 1-ാം തീയതി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയമാണ്. അതിനുള്ള ഏർപ്പാടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് ഉണ്ടാക്കി കൊടുത്തത്. ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ അന്വേഷിക്കാനുള്ള ഏർപ്പാടുകൾ ചരിത്രത്തിൽ വളരെ കൃത്യമാണല്ലോ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ 2 ആൺമക്കളായ ഹാബീൽ കാബീലുമാർക്ക് തൊഴിൽ പഠിപ്പിച്ചത്. കാബീലിന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത് കൃഷി ചെയ്യാനാണ്. എന്താണ് കൃഷി? അന്നും ഭൂമിയിൽ ജീവിക്കുന്ന അവർ ഭൂമിയിൽ നിന്ന് തേടിപ്പിടിച്ച് മനുഷ്യർക്ക് ഉപയോഗപ്രദമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള വിത്തുകളെ, ആവശ്യമായ ധാന്യങ്ങളെ, അതേപോലെയുള്ള കാര്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള അറിവാണ്. അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആകാശലോകത്ത് വെച്ച് തന്നെ അല്ലാഹു തആല നൽകിയ അറിവിൻ്റെ ഭാഗമാണത്. ആ അറിവാണ് മകൻ കാബീലിനെ പഠിപ്പിക്കുന്നതും കാബീൽ കൃഷി ചെയ്യുന്നതും ആ കൃഷിയിലൂടെ കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ തുടങ്ങിയതും. ചരിത്രത്തിൽ നാം കാണുന്നത് കാബീലിന് ആട്ടിനെ മേയ്ക്കാനാണ് പഠിപ്പിച്ചത്. ഈ ആട് മാട് എന്നൊക്കെ പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നതൊന്നും അല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നേരത്തെ സംവിധാനിച്ച് ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന വസ്തുക്കളാണ്. അതിൽ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള വസ്തുക്കളും ഉണ്ടാവും, ഉപയോഗിക്കാതിരിക്കാനുള്ള ഒഴിവാക്കാനുള്ള വസ്തുക്കളും ഉണ്ടാകും. ഈ ഉപയോഗവും ഉപയോഗക്കേടും എന്തിനു വേണ്ടിയിട്ടാണ്? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാമത്തെ സ്റ്റെപ്പായ ഹിദായത്തുമായി തിരഞ്ഞെടുപ്പിനെ ബന്ധിപ്പിച്ചത്.
എന്തിനാണ്? ആട്ടിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, പട്ടിയെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആട്ടിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, പന്നിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. എന്താ കാര്യം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടിലും വെച്ചിരിക്കുന്ന ഭൗതികമായ കൗനിയായ വസ്തുക്കളും വഹകളും ഒരുപോലെയാണ്. ആട്ടിറച്ചി തിന്നാലും വിശപ്പ് തീരും, പന്നിയിറച്ചി തിന്നാലും വിശപ്പ് തീരും. ആട്ടിറച്ചി തിന്നാലും പശുയിറച്ചി തിന്നാലും വിശപ്പ് തീരും, പട്ടിയിറച്ചി തിന്നാലും വിശപ്പ് തീരും. എന്തിനാണ് പിന്നെ അങ്ങനെ വ്യത്യസ്തമായ ഒരു വ്യത്യസ്തമായ ജീവികളെ സൃഷ്ടിക്കുകയും അത് ഇന്നത് ഇന്നത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് അള്ളാഹുവിന് ഭൂമിയിൽ മനുഷ്യനെ ജീവിപ്പിക്കലുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നത് നാം അതിനോട് ചേർത്ത് വായിക്കേണ്ടത് അപ്പോഴാണ്. എന്തിനാണ് ജീവിത മരണങ്ങളെ ഉണ്ടാക്കി ഭൂമിയിൽ നിങ്ങൾക്കൊരു തർത്തീബ് ഞാൻ ഉണ്ടാക്കി തന്നിരിക്കുന്നതെന്നറിയുമോ? ഖലഖൽ മൗത വൽ ഹയാത്ത. ജീവിത മരണങ്ങളെ നിർമ്മിച്ച് സംവിധാനിച്ച് ഉപയോഗപ്പെടുത്തി എന്തിനാണ്? ഒരു അടിസ്ഥാന വാക്കാണത്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ അമൽ ചെയ്യുന്ന സമയത്ത് ഹിസാനെ പരിഗണിക്കുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അമൽ ചെയ്യുന്ന ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടെന്നല്ല, അമൽ ചെയ്യുന്ന സമയത്ത് ഹിസാനെ പരിഗണിക്കുന്നവരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അമലിൽ ഇഹ്സാൻ ചെയ്യുന്നവരാരാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അപ്പം വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ആരാണെന്നറിയാനാണ് വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കി ഇന്നത് തിന്നോ ഇന്നത് തിന്നണ്ട എന്ന് പറഞ്ഞത്. എന്നല്ലാതെ അതിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. സ്വർഗലോകത്ത് താമസിക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന പ്രാക്ടീസും അത് തന്നെയല്ലേ, പരിശീലനം അത് തന്നെയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ ദമ്പതിമാരോട് എന്താ പറഞ്ഞത്? ഈ ഏരിയയിൽ താമസിച്ചോളിൻ, അവിടെ ഉള്ളതെല്ലാം തിന്നോളിൻ അല്ലേ. കുല മിൻഹ റഗദൻ ഹൈസു ശിഅ്തുമ. അപ്പുറത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ പറഞ്ഞു കൊടുത്തത്? അപ്പുറത്ത് ഏർപ്പാടാക്കിയിട്ട് ഈ ഭാഗത്തേക്ക് നിങ്ങൾ അടുക്കുകയോ അവിടെയുള്ള മരത്തിലുള്ള ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിക്കുന്നത് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ പോരെ, കഴിക്കാത്തത് ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ടെന്ന് വരേണ്ട ആവശ്യം? എന്താണ് നമുക്ക് കാര്യം മനസ്സിലാകാത്തെന്താണ് ഞാൻ ചോദിക്കുന്നത്. അടിസ്ഥാനം ഇതുകൊണ്ട് തന്നെയാണ് ദീനുൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ആൾക്കാർ, അങ്ങനെ ദീനുൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ആൾക്കാർ വസ്തുക്കളെ മാത്രം ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ്. അടിസ്ഥാനം ചിന്തിച്ച് നോക്കിയാൽ ദീനുൽ ഇസ്ലാമിന് പ്രസക്തി ഏറും. അതുകൊണ്ട് തന്നെ ഷിയാക്കളാവട്ടെ, ജൂതന്മാരാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, മജൂസികളാവട്ടെ, മറ്റു മതക്കാരാവട്ടെ, ആരായിരുന്നാലും ശരി, ഇടക്കുന്ന പകുതിക്ക് നാം വിഷയം തുടങ്ങുക, തുടക്കത്തിലെ വിഷയം തുടങ്ങൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം തലക്കുന്നതാണ് തുടങ്ങിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രസക്തിയും അതാണ്. ലോകത്ത് നിലവിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യൻ ഇന്ന് ജീവിക്കുന്ന രീതി എന്നിട്ട് നാളെ എന്താകും എന്ന സ്വപ്നവും പറഞ്ഞു കൊടുക്കുകയാണ്. ഖുർആൻ അങ്ങനെയല്ല ചെയ്തത്. ഇന്നലെ എന്തായിരുന്നു എന്ന് വിശദീകരിക്കുന്നു, എന്നിട്ട് ഇന്നിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു, നാളെയെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്നു. ഇതാണ് ഖുർആൻ. വളരെ കൃത്യമാണ് അള്ളാഹുവിൻ്റെ സംവിധാനം എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്, നന്നായി അറിയുന്നവനാണ്. ആദം ഹവ്വ എന്തൊക്കെയാണ് ചെയ്യുക, അള്ളാഹുവിൻ്റെ അറിവ് മനുഷ്യർക്ക് അല്ലാഹു തആല വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന് അള്ളാഹുവിൻ്റേതായ അറിവുണ്ട്. വിശദീകരിച്ചു കൊടുത്തത് ചർച്ച ചെയ്യാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇന്നത് ഹറാമ് ഇന്നത് ഹലാല് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഹറാമ് ഹലാലിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ആ ഹറാമിനെ സംബന്ധിച്ച് അള്ളാഹു എന്തായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകുക, ആ ഹറാമിന് ഹലാലിനെ സംബന്ധിച്ച് അള്ളാഹു എന്തായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാകുക, ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് തലവുണ്ടാക്കണ്ട. കാരണം അള്ളാഹു ആ ഇൽമ് നമുക്ക് വിട്ടു തന്നിട്ടില്ല. നമുക്ക് വിട്ടു തന്നിരിക്കുന്ന ഇൽമനുസരിച്ച് അമൽ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരല്ലാത്ത സകല ജീവജാലങ്ങൾക്കും അതിൻ്റെ ജന്മം കൊണ്ട് തന്നെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള ഏർപ്പാടാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അത് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മലക്കുകൾക്ക് എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾക്ക് എന്ത് വേണമെന്ന് സ്വയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതിന് കറുഹൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല നിർബന്ധിച്ച് അള്ളാഹു അടിച്ചേൽപ്പിക്കുകയാണ് അവരുടെ മേൽ ദീനുൽ ഇസ്ലാമിനെ. അള്ളാഹു അടിച്ചേൽപ്പിക്കുകയാണ് ദീനുൽ ഇസ്ലാമിനെ. ഈ തൗഅൻ വ കറുഹൻ എന്ന വാക്കിൻ്റെ മാന അതാണ്. കറുഹൻ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുക, നിർബന്ധം. അല്ലാഹു സുബ്ഹാനഹു തആല സൂര്യൻ്റെ മേൽ ഇസ്ലാമിനെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചതാണ്. സ്വന്തം ഒരു തീരുമാനം എടുക്കാൻ സൂര്യന് കഴിയില്ല. ഞാൻ ഇന്ന് ഉദിക്കുന്നതെന്ന് സ്വയം തീരുമാനിക്കാൻ സൂര്യന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ലോകത്താര് വിചാരിച്ചാലും കഴിയില്ല. കാരണം അള്ളാഹുവിൻ്റെ സംവിധാനം അങ്ങനെയാണ്.
അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യനോട്, അഫ ഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റേതല്ലാത്തൊരു ദീനിനെയാണോ അവർ തേടിപ്പോകുന്നത്? ഏതവസ്ഥയിൽ അഫ ഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി മുസ്ലിമായിരിക്കുകയാണ്. വൽ അർളി, ഭൂമിയിലുള്ളവരും അള്ളാഹു തആലക്ക് വേണ്ടി മുസ്ലിമായിരിക്കുകയാണ്. തൗ അൻ, ചില സൃഷ്ടികൾ അനുസരണ ബുദ്ധിയാൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും, ഇസ്ലാമിനെ സ്വീകരിക്കുന്നവരായിരിക്കും ചിലർ. വകർഹൻ, നിർബന്ധ ബുദ്ധിയാൽ അള്ളാഹു തആല അടിച്ചേൽപ്പിച്ചതായിരിക്കും, മുസ്ലിമേ ആകാവൂ, അതിൻ്റെ അപ്പുറം ഒന്നും ആകാൻ പാടില്ല. മലക്കളെ പോലെ, മലക്കൾ ആരെന്ത് വിചാരിച്ചാലും ഇസ്ലാം അല്ലാത്തൊരു സംവിധാനത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും അവരെ കൊണ്ട് കഴിയില്ല. കാരണം ഇസ്ലാമിനെ അവരുടെ അസ്തിത്വവുമായി അവരുടെ ഉൽപ്പത്തിയുമായി അള്ളാഹു തആല ചുന്നിച്ചേർത്തതാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിനോടുകൂടി ആരെയും കൂടി കൂട്ടി വായിച്ചോളണം, ജിന്നിനെയും കൂടി കൂട്ടി വായിച്ചോളണം. അത്രേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വിഷയം ജിന്നിനും ബാധകമാണ് എന്ന് മനസ്സിലാക്കാനേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ചേൽപ്പിച്ചതല്ല നീ ജന്മനാ മുസ്ലിം ആയിക്കൊള്ളണം, അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫിത്രത്തിൽ റുബൂബിയ്യത്തിൻ്റെ അംശം, റുബൂബിയ്യത്തിനെ അംഗീകരിക്കാനുള്ള വ്യവസ്ഥ ഫിത്രത്തിൽ നൽകുകയും ഉലൂഹിയത്തിനെ മനസ്സിലാക്കിയെടുക്കാനുള്ളത് പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാക്കാനും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ജന്മനാ അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഇസ്ലാമിയത്ത് ഏതാണ്? അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കുക എന്ന ഇസ്ലാമിയത്താണ്. ജന്മനാ അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഫിത്രത്ത് അല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ അലൈഹ. അല്ലാഹു തആല ഒരു പ്രകൃതം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഏതാണ് ആ പ്രകൃതം? ആ പ്രകൃതത്തിലാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഫത്തറന്നാസ അലൈഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു തന്നത് എന്താണ്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുന്നത് ഫിത്രയിലാണ്, ഒരു പരിശുദ്ധമായ പ്രകൃതത്തിലാണ്. എന്താണ് ആ പ്രകൃതം? പരിശുദ്ധ പ്രകൃതം എന്താണ്? ഇസ്ലാമിനെ അംഗീകരിക്കാനുള്ള അവസ്ഥക്കാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. എന്നല്ലാതെ എന്തെങ്കിലും അംഗീകരിക്കാനുള്ളൊരു സൗഭാഗ്യത്തിനല്ല ഫിത്രത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥക്കാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ജന്മം കൊണ്ട് മനുഷ്യൻ ഫിത്രത്തിലാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ പറയുന്നത് ലോകത്തുള്ള അന്നും ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ മതവിശ്വാസികളും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്. ഈ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണെങ്കിൽ പിന്നെ എല്ലാവരും മുസ്ലിം ആവേണ്ടേ എന്നാണ് ചോദ്യം. അള്ളാഹുവിനെ അംഗീകരിക്കുന്നത് കൊണ്ട് മുസ്ലിം ആവില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനെ അംഗീകരിച്ചാൽ മാത്രം പോരാ മുസ്ലിം ആകാൻ. അള്ളാഹുവിനെ അംഗീകരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുക എന്നുള്ളത് മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. അപ്പോൾ അള്ളാഹുവിനെ അംഗീകരിക്കൽ വേറെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ അള്ളാഹ്ക്കേ ചെയ്യുള്ളൂ എന്ന് അംഗീകരിക്കൽ വേറെ. ഇങ്ങനെ റുബൂബിയത്ത് ഫിത്രത്തിൽ കിട്ടുന്നത് റുബൂബിയത്തിൻ്റെ ഗുണമാണ്. റുബൂബിയത്തിൻ്റെ ഗുണം എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, ഷിയാക്കൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹു അല്ലാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബായ അള്ളാഹു അല്ലാത്ത വേറെ ആരുടെത്തെന്തെങ്കിലുമാണ് എനിക്ക് കാര്യങ്ങൾ കിട്ടുന്നത് എന്ന് ഈ ലോകത്തൊരു മതക്കാരും വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ വരേണ്ടി വന്നത്? അള്ളാഹുവാണ് എല്ലാം അള്ളാഹുവാണെല്ലാം എന്ന് അംഗീകരിക്കുന്ന സമൂഹത്തോട് അതിനാൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നത് അള്ളാഹ്ക്കേ ആവാവൂ എന്ന് പറയാനാണ് മുർസലീങ്ങളെ അള്ളാഹു തആല അയച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് അള്ളാഹിനെ അറിയാത്ത സമൂഹത്തിലല്ല. റബ്ബുൽ ആലമീനായ പ്രപഞ്ചത്തിൻ്റെ മാലിക്കും ഖാലിക്കും മുദബ്ബിറുമായ അള്ളാഹുവിനെ അറിയുന്നവരും ആ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരുമായിരുന്നു നൂഹിൻ്റെ ഖൗമ്. ആ അള്ളാഹ്ക്ക് വേണ്ടി അഅമാലുകൾ ചെയ്യുന്നവരായിരുന്നു നൂഹിൻ്റെ ഖൗമ്. ആ അള്ളാഹുവിൽ നല്ല ഈമാൻ വെച്ച് പുലർത്തിയവരായിരുന്നു നൂഹിൻ്റെ ഖൗമ്. എന്നിട്ടും അള്ളാഹു തആല നൂഹ് നബിയെ റസൂലാക്കി മുന്നറിയിപ്പ് നൽകിയത് എന്തിൻ്റെ കാര്യത്തിലായിരുന്നു? അള്ളാഹിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്, അള്ളാഹ്ക്ക് പകരം നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന വേറൊരു അള്ളയുണ്ടല്ലോ ആ അള്ളാഹിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടല്ല നൂഹ് നബി വന്നിരിക്കുന്നത്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്ന് പറഞ്ഞിട്ടാണ്. ഗൈറുഹു എന്ന് പറയണമെങ്കിൽ ആ ഹൂവിൻ്റെ ലമീറിനെ പറ്റി നന്നായിട്ട് അവർക്ക് അറിയുന്നല്ലേ എൻ്റെ അർത്ഥം. ഗൈറുഹു എന്ന് പറയുമ്പോൾ ആ ഹൂവിൻ്റെ ലമീർ നന്നായിട്ട് അറിയുന്ന ജനങ്ങളാണ് എന്നല്ലേ എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഗൈറുഹു എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, അതിന് നൂഹിനെ വിശദീകരിക്കേണ്ടി വരൂലേ? അള്ളാഹുവാണ് ആയത്തിറക്കുന്നത്. മാം ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ,
നിങ്ങൾ സമർപ്പിക്കാൻ ഏതൊരുത്തനും മാത്രമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കണമോ അത്തരത്തിൽ ഒരുവനില്ല ഗൈറുഹു, ആ ഹു അല്ലാതെ. ഏതാണ് ആ ഹു? അവരംഗീകരിക്കുന്ന അള്ളാഹ്, മാലിക്കായ അള്ളാഹ്, ഖാലിഖായ അള്ളാഹ്, റാസിഖായ അള്ളാഹ്. കാരണം ആ അള്ളാഹിനെ നന്നായിട്ട് ആ ജനങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് ലമീർ കൊണ്ട് പറഞ്ഞത്, ഹു കൊണ്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ആദ്യം അള്ളാഹിന്റെ റുബൂബിയത്താണ് വിശദീകരിക്കേണ്ടത്. നൂഹ് നബി തുടങ്ങുന്ന തന്നെ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്നാണ്, മാലക്കും മിൻ റബ്ബിൻ ഗൈറുഹു എന്നല്ല. അല്ലെങ്കിൽ പിന്നെ റബ്ബിനെ വിശദീകരിച്ചു കൊടുത്ത് ഇന്ന റബ്ബാണ്, അള്ളാഹു സൃഷ്ടിച്ച റബ്ബിന്നാണ്, അള്ളാഹുവിൻ്റെ ദാത്ത് ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ അസ്മാ ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ സിഫാത്ത് ഇങ്ങനെയാണ്, അങ്ങനത്തെ ഒരു അള്ളാഹ് ഉണ്ടായിരിക്കുക, നിങ്ങൾ എന്തിനാണ് ഈ മരത്തോടുണ്ടാക്കി അള്ളാഹിനെ പിടിച്ചിരിക്കുന്നതൊക്കെ വിശദീകരിക്കല്ലേ ചെയ്യേണ്ടത്. അതൊന്നും വിശദീകരിക്കാതെ ഒറ്റ വാക്കിൽ നൂഹ് നബി പറയുന്നത് എന്താ? മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഇവിടെയാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മതക്കാരായ മനുഷ്യരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് റസൂലിനെ അയച്ചിട്ട് പറയുന്ന വിഷയം അതാണ്. നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഈ റബ്ബുണ്ടല്ലോ, നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഈ ദൈവമുണ്ടല്ലോ, നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഈ ദേവൻ, ഈ കർത്താവുണ്ടല്ലോ, നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഈ പരമേശ്വരനുണ്ടല്ലോ, അവൻ മാത്രം മതി, നിങ്ങൾക്ക് വേറെ ആരും വേണ്ട. നിങ്ങൾ ഇതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മുന്നറിയിപ്പ് കൊടുക്കാൻ റസൂലുകളെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിനെ അറിയുന്ന സമൂഹം അള്ളാഹു അല്ലാത്തവരെ വെച്ച് അള്ളാഹുവിൽ നിന്ന് എന്തോ നേടാൻ ശ്രമിച്ചപ്പോൾ അത് പറ്റൂല എന്ന് പറയാനാണ് റസൂലുകൾ വന്നത്. അത് പറ്റൂല എന്ന് പറയാനാണ് റസൂലുകൾ വന്നത്. ഇതെല്ലാ കാലഘട്ടത്തിലും, അത് ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിൽ നിന്ന് മാത്രമേ എല്ലാം കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ എന്തും ചെയ്യുകയുള്ളൂ. ഇത് മുസ്ലിമീങ്ങൾ. അള്ളാഹു ആണെല്ലാം നൽകുന്നത്, അള്ളാഹുവിനെ പോലെ വേറെ ആരുമില്ല. ആ അള്ളാഹുവിൽ നിന്ന് വല്ലതും കിട്ടാൻ ഇടയാളുകൾ വേണം, പിന്നെ ഔലിയാക്കൾ വേണം, പിന്നെ മഹാന്മാർ വേണം എന്ന് പറയുന്നവരാണ് ഷീഈ മതക്കാർ. അതേപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് കിട്ടുന്നത്, എല്ലാം ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. ദൈവത്തിൽ നിന്ന് കിട്ടാൻ നമ്മൾ സ്വന്തം മെനക്കെട്ടിട്ട് കാര്യമില്ല. യേശുവിനെയോ മറിയത്തിനെയോ ഇടയാളുകളാക്കി തവസ്സുലാക്കി ഇസ്തിഹാസയാക്കി പറയണം. ജൂതന്മാരും അതന്നെ പറഞ്ഞത്, എല്ലാം അള്ളാഹുവാണ്, പക്ഷെ ആ അള്ളാഹുവിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് കിട്ടൂല. അതുകൊണ്ട് തന്നെ ഉസൈറിനെ തവസ്സുലാക്കിയിട്ടോ ഉസൈറിനെ ഇസ്തിഹാസ ചെയ്തിട്ടോ വേണം അള്ളാഹുവിൽ നിന്ന് നേടാൻ. അതേപോലെ തന്നെ ഇവിടുത്തെ ആര്യന്മാര് എല്ലാം അള്ളാഹു, എല്ലാം ദൈവമാണ്, ആ ദൈവത്തിന് നമ്മൾ വിചാരിച്ചാൽ കിട്ടൂല. അതുകൊണ്ടാണ് ദേവീദേവന്മാരെ അടയാളാക്കി വെച്ചത്, തവസ്സുൽ ഇസ്തിഗാസയ്ക്ക് വേണ്ടി ദേവീദേവന്മാരെ വെച്ചത്. ദ്രാവിഡ മതക്കാരും അങ്ങനെ തന്നെയാണ്, എല്ലാം അള്ളാഹുവാണ്, അള്ളാഹുവിൽ നിന്ന് കിട്ടാനാണ് ദേവീദേവന്മാരെ വെച്ചത്. ആര്യ സമൂഹത്തിന്റെ ദേവീദേവന്മാര്, മഹാന്മാര്, ഔലിയാക്കള്, കുത്തുബുകൾ വേറെ, ദ്രാവിഡ സമൂഹത്തിന്റെ ഔലിയാക്കള്, കുത്തുബുകൾ വേറെ, ജൂത സമൂഹത്തിന്റെ ഔലിയാക്കള്, കുത്തുബുകൾ വേറെ, ക്രിസ്ത്യാനികളുടെ ഔലിയാക്കള്, കുത്തുബുകൾ വേറെ, ഷിയാക്കളുടെ ഔലിയാക്കള്, കുത്തുബുകൾ വേറെ, മുസ്ലിമീങ്ങൾക്ക് വേറെ ഔലിയാക്കളും കുത്തുബുകളും ഗൗസുകളൊന്നുമില്ല, എല്ലാം അള്ളാഹു മാത്രം. എന്തൊരു രസമുള്ള ദീനാണുള്ളത്, എന്തൊരു രസമുള്ള ദീനാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ ആവശ്യമായ അസ്ബാബുകളെ മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടാണ് നൽകിയിരിക്കുന്നത് എന്നാണ് നാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അസ്ബാബുകളുമായിട്ട് ആദർശത്തെ ബന്ധിപ്പിക്കേണ്ടതില്ല, അസ്ബാബുകളെ ഉപയോഗിക്കുന്നതുമായിട്ടാണ് ആദർശത്തെ ബന്ധിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആട്ടിനെ മേയ്ക്കാൻ അസ്ബാബുകൾ ആദർശത്തെ ബന്ധിപ്പിക്കണമെന്നില്ല. ആട്ടിനെ അല്ലാഹു തആല ഫിത്രത്തിന് നൽകിയിരിക്കുന്നതാണ്, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രകൃതിപരമായ ആവശ്യത്തിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ആട്ടിനെ എങ്ങനെ ഉപയോഗിക്കണം? അത് അറുത്തിട്ടേ ഉപയോഗിക്കാവൂ, ബിസ്മി ചൊല്ലി അറുത്തിട്ടേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വിശപ്പ് തീരാനാണെങ്കിൽ എന്താ മോദി ഷേഖുകൾ വെല്ലെടുക്കുന്ന ആട്ടെത്തുന്നാൽ എന്താ കുഴപ്പം? വിശപ്പ് തീരാനാണെങ്കിൽ റിഫായ് ഷേഖിൻ്റെ അങ്ങക്ക് വേണ്ടി ഇറക്കുന്ന ആടെന്താ കുഴപ്പം? പിന്നെ യേശുവിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ആട്ടെന്താ കുഴപ്പം? ഉസൈറിന് വേണ്ടി ഇറക്കുന്ന ആട്ടിനെന്താ കുഴപ്പം? കൃഷ്ണനോ അല്ലെങ്കിൽ രാമനോ സീതക്കോ വേണ്ടി ഇറക്കുന്ന ആട്ടിനോ അല്ലെങ്കിൽ ബലി നൽകുന്ന മൃഗങ്ങൾക്കുള്ള ഇറച്ചിക്ക് എന്താ കുഴപ്പം? അവിടെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പ് തീരാനല്ല ആദ്യമായിട്ട്, ഇതിനെ വിശപ്പ് തീരാനാണ് നമുക്ക് ആദ്യമായിട്ട് അനുവദിച്ചു തന്നതെങ്കിലും ആ വിശപ്പ് തീർക്കാനുള്ള അസ്ബാബുകളെ ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹിദായത്തുകളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. അതിനുള്ള തെളിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നാൽ നിങ്ങളെ വിശപ്പ് തീരൂല എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെ ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ വിശപ്പ് ഞാൻ തീർക്കൂല എന്നല്ല അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. ഇമ്മാ യഅതിയന്നകും,
വല്ലപ്പോഴായി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മിന്നി എന്നിൽ നിന്ന് ഹുദൻ ഹിദായാത്തുകൾ നിർദ്ദേശങ്ങൾ എങ്ങനെ എന്ത് തിന്നണം എന്ത് തിന്നൂടാ, എന്തു കുടിക്കണം എന്തു കുടിച്ചൂടാ, ഈ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് എൻ്റെ ഭാഗത്തുനിന്ന് വരികയും ഫമൻ തബിഅ ഹുദായ് ഈ ഭൂമിയിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ആ ഉപയോഗത്തിന് നിങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന ആ പൂർത്തീകരണം എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നതനുസരിച്ചാണ് നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ ഫലാ ഖൗഫുൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല, വലാഹും യഹ്സനൂൻ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല. രണ്ട് വിഷയം പറഞ്ഞിരിക്കും. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഖൗഫുൻ അലൈഹിം ദുനിയാവിൽ, യഹ്സനൂൻ ആഖിറത്തിൽ. രണ്ടിനും പരിഗണിച്ചുകൊണ്ടാണ്. ദുനിയാവിൽ എന്താണ് പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഞെരുക്കമില്ലാത്തൊരു ജീവിതം അത്തരക്കാർക്ക് അള്ളാഹു നൽകും. കാരണം അവൻ ഫോളോ ചെയ്യുന്നത് നിയമാനുസൃത ജീവിതത്തെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പരിഗണിക്കേണ്ടിയിരിക്കുന്നു. വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല അള്ളാഹിൻ്റെ പരിഗണന, ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹിൻ്റെ പരിഗണന. കാരണം രണ്ടാമത്തെ വിഷയമാണ് അവൻ്റെ മെയിൻ. എന്താണ് രണ്ടാമത്തെ വിഷയം? വലാഹും യഹ്സനൂൻ. ആഖിറത്തിലെത്തിയാൽ ദുഃഖിക്കാൻ പാടില്ല. അതിനാവശ്യമായ ഏർപ്പാട് അള്ളാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ടുണ്ടാക്കി കൊടുക്കുന്നു. രണ്ടാമതായിട്ട് അല്ലാഹു തആല പറഞ്ഞു വമൻ കഫറ ഇമാ യഅതിയക്കും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിന. രണ്ട് വിഭാഗത്തെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വല്ലദീന കഫറു, അള്ളാഹുവിൻ്റെ ഈ നയം പൂർണ്ണമായി അവഗണിക്കുന്നവർ, നിഷേധിക്കുന്നവർ, എന്തല്ലാ ഏതല്ലാ എന്ന് പറയുന്നവർ. വകദ്ദബൂ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹിൻ്റെ നിർദ്ദേശത്തെ അവർ കളവാക്കുന്നു. അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുകയാണ്, അതെല്ലാം മക്കത്തെ മുഹമ്മദിൻ്റെ വകയാണ് അല്ലെങ്കിൽ മുക്കത്തെ മുഹമ്മദിൻ്റെ വകയാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന രീതി. രണ്ട് വിഭാഗത്തെ ഇന്ന് ദുനിയാവിൽ നമ്മൾ കാണുന്ന എല്ലാ വിഭാഗവും അതിൽ പെട്ടു. അതിൽ പിന്നെ മുസ്ലിം അറബി ഭാഷയിൽ പേരുള്ളവനാണോ, ഇംഗ്ലീഷ് ഭാഷയിൽ പേരുള്ളവനാണോ, സംസ്കൃതത്തിൽ പേരുള്ളവനാണോ എന്ന് അള്ളാഹു തആല പരിഗണിക്കുന്നില്ല. എങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ മുഴുവനും അള്ളാഹു തആല ഉൾപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, നാളെ നിങ്ങളെ എൻ്റെ മുമ്പിൽ ഹാജരാക്കുന്ന സന്ദർഭത്തിൽ അത്തരക്കാരെ ഞാൻ ചെയ്യുക ഉലായിക സ്വഹാബുന്നാർ, അവർ നരകത്തിലായിരിക്കും, ഹും ഫീഹാ ഖാലിദൂൻ, ആ നരകത്തിൽ അവർ കാലാകാലവുമായിരിക്കും. അള്ളാഹു തആല ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യനെ താമസിപ്പിക്കാൻ അള്ളാഹു തആല ഏർപ്പാടാക്കിയപ്പോഴുള്ള അള്ളാഹുവിൻ്റെ ആ അടിസ്ഥാന പ്രമേയം മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇത് തുടക്കത്തിലേ അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. അള്ളാഹുവിന് ഖിയാമത്ത് നാൾ വരെയും ഈ രീതി അള്ളാഹു തആല മാറ്റുകയില്ല. ചില അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും മാറാത്തത്, ചിലപ്പോൾ വർഷത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം മാറ്റുന്നത്, ചിലപ്പോൾ ആഴ്ചയിൽ മാറ്റുന്നത്, ചിലപ്പോൾ ദിവസത്തിൽ മാറ്റുന്നത്. അള്ളാഹുവിൻ്റെ പ്രോഗ്രാം, അള്ളാഹുവിൻ്റെ പദ്ധതി, അള്ളാഹുവിൻ്റെ ഭരണരീതി അതാണ്. ചിലത് അള്ളാഹു തആല തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, ഖദറാക്കി വെച്ചിട്ടുണ്ട്, ഒരിക്കലും മാറാത്ത രീതിയിൽ. ചിലത് അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷത്തിലൊരിക്കൽ മാറ്റുന്ന രീതിയുണ്ട്. ഈ റമദാൻ മാസത്തിലൊക്കെ അള്ളാഹു തആല സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത കൊല്ലത്തേക്കുള്ള അവസ്ഥകൾ ചോദിക്കുന്നതിനനുസരിച്ച്, അടിമകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് മാറ്റുകയും തിരുത്തുകയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത പരിപാടികളുണ്ട്. ആഴ്ചക്ക് ചിലപ്പോൾ വെള്ളിയാഴ്ച ദിവസമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ തീരുമാനിച്ചു. എല്ലാ ദിവസവും രാത്രി ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആവശ്യത്തിനനുസരിച്ച് യംഹുല്ലാഹു മാ യശാഉ വ യുസ്ബിതു വ ഇൻദഹു ഉമ്മുൽ കിതാബ്. ഇതാണ് അള്ളാഹുവിൻ്റെ സംവിധാനം എന്നാണ് നാം പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ആവശ്യ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട അവസ്ഥകളെല്ലാം നേരത്തെ തർത്തീബാക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ച് ആദർശം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു തആല തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. മൻഷാ, എന്നിട്ട് അല്ലാഹ് അവസാനമായി പറഞ്ഞത് എന്താണ്? മൻഷാ ഫല്യുമിൻ. ഇതാണ് കാര്യത്തിൻ്റെ ഗൗരവം, ഇതാണ് കാര്യത്തിൻ്റെ കിടപ്പ്. ഇനി നിങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത്, ആരാണ് തീരുമാനിക്കാതെ ഒഴിവാക്കുന്നത്, അത് നിങ്ങളുടെ സൗകര്യമാണ്. മൻഷാ ഫല്യുമിൻ. തീരുമാനിക്കുന്നവൻ അംഗീകരിക്കട്ടെ, അല്ലാത്തവൻ തള്ളട്ടെ. ആരെയും നിർബന്ധിക്കുന്ന വിഷയമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദ്. ഇന്നതാണ് ഹിദായത്ത്, ഇന്നതാണ് ലലാലത്ത്, ഇന്നതാണ് ഖൗഫിനും ഹുസ്നിനും എതിരായി ഖൗഫും ഹുസ്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റിയത്, ഇന്നത് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇത് വിശദീകരിക്കാനാണ് അല്ലാഹു തആല മുർസലീങ്ങളെ നിയോഗിച്ചത്. അമ്പിയാക്കളെ നിയോഗിച്ചത് എന്തിനാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അമ്പിയാക്കളെ നിയോഗിച്ചത് അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് നൽകാനാണ്.
അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ അടിമകൾക്ക് ആ ഇസ്ലാമിയത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ, അത് പാഴായി പോകാതെ, ഞാൻ പറയും പോലെ സസ്പെൻഡായി പോകാതെ, ഡിസ്മിസ്സായി പോകാതെ, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഹിദായത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ അഅ്മാലുകളിൽ പരിശീലനം നൽകാനാണ് നബിമാരെ അയക്കുന്നത് അല്ലാഹു തആല. അൻ-നുബുവത്തു ലിത്തർബിയ. മശായിഖുകൾ അങ്ങനെയാണ് വിശദീകരിച്ചു തന്നിരിക്കുന്നത്. അൻ-നുബുവത്തു ലിത്തർബിയ, അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് തെർബിയത്തിന് വേണ്ടിയിട്ട് ഉസ്താദുമാരായിട്ടാണ് അല്ലാഹു തആല നബിമാരെ അയക്കുന്നത്. അതേ അവസരത്തിൽ മുർസലീങ്ങളെ അയക്കുന്നത് ലിദ്ദഅവ, ദഅവത്തിനും കൂടിയാണ്. നിലവിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഹുനഫാക്കൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ റസൂലുകൾ വരുമ്പോഴും ആ ഘട്ടത്തിന് ഹുനഫാക്കൾ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോഴും ഹുനഫാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഹുനഫാക്കൾ മുമ്പ് കഴിഞ്ഞു പോയ നബിമാർ പറയുന്ന അതേ പാതയിൽ ജീവിക്കുന്ന സാധാരണക്കാർ, അതേ പാതയിൽ നിലവിൽ നബിമാരില്ലെങ്കിലും നേരത്തെ വന്ന നബി പറഞ്ഞത് അവർ പഠിച്ചു വെക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അഷ്റഫുൽ ഖൽക്കിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇല്ലേ, ഹുനഫാക്കൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചരിത്രത്തിലൂടെ വായിക്കുകയും കേൾക്കുകയും നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഹുനഫാക്കൾ അതായത് റസൂല് വരുമ്പോൾ തന്നെയും ഷിർക്കിൻ്റെ കൊടുകട്ടിയായ സമൂഹത്തിലേക്ക് റസൂല് വരുമ്പോഴും അവർക്കിടയിൽ ഹുനഫാക്കളായ മനുഷ്യരുണ്ടായിരുന്നു. അതായത് തൊട്ട് മുമ്പുള്ള നബി വന്നപ്പോൾ ആ നബി പഠിപ്പിച്ച ദീനനുസരിച്ച് അള്ളാഹുവിൻ്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടായിരുന്നു. ഇതല്ലേ വളരെ കൃത്യമല്ലേ കാര്യം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലും അങ്ങനെ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് കാര്യങ്ങൾ അങ്ങോട്ട് വിശദമായിട്ട് തന്നെ പറയാം. നാം നമ്മുടെ നാട്ടിൽ വെച്ച് മാഷാ അല്ലാഹ് ജുമഅൻ്റെ ഖുതുബ ഇന്നെല്ലാവരും ഖുതുബയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമാണ്. കുറേ കൂട്ടുകാർ മെസ്സേജ് അയച്ചു, ഖുതുബ എവിടെ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ അപ്പം നമ്മളിങ്ങനെ മദീനത്താനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ചെറിയൊരു സൂചന കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടുത്തിരുന്നു. പിന്നെ നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജൗഹറുൽ ഹുദ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ചുള്ള മജ്ലിസു തഅലീമി ഷഹാദ അങ്ങനെ ആ സദസ്സാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് മദീനയിൽ കുറച്ച് ദിവസം കഴിച്ചുകൂട്ടാൻ തന്നെയാണ്. അപ്പോൾ മദീനയിൽ കഴിച്ചുകൂട്ടുന്ന സമയം വെള്ളിയാഴ്ച ദിവസം നമ്മളെ മജ്ലിസ് നമ്മളെ മർക്കസിൻ്റെ ജൗഹറുൽ ഹുദയുടെ തഅലീമു ഷഹാദയുടെ സദസ്സ് ഇവിടെ വെച്ചും കൂടി നടത്താം. ആ സദസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളായ ആലിമീങ്ങൾ, നമ്മൾ പുറത്തുനിന്ന് ആരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് താലീം നടത്താനൊന്നും മെനക്കെടാറില്ല. മക്കൾക്കാർക്കാണ് സൗകര്യം, ആ സൗകര്യമുള്ളവർ വന്നിട്ട് താലീം നടത്തിയാൽ മതി, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക. എന്നാൽ ഇഷ്ടംപോലെ മാഷാ അല്ലാഹ് മദ്രസകൾ, താലീമുകൾ, സദസ്സുകൾ ഇല്ലേ, പിന്നെ ഏർപ്പാടുകൾ, പിന്നെ ദർസുകൾ, യത്തീംഖാനകൾ, മിസ്കീൻഖാനകൾ, അതേപോലെ തന്നെ അറബിക് കോളേജുകൾ, ഹിഫ്ലിൻ്റെ കോളേജുകൾ ലക്ഷം നടക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ. നടക്കട്ടെ, അതിൻ്റെയൊക്കെ ഒരു എണ്ണം കൂട്ടേണ്ട ആവശ്യം നമുക്കെന്താണ്? ഇതിനെല്ലാം സഹായിക്കുക എന്നല്ലാതെ നമ്മളെക്കൊണ്ട് നമുക്കുള്ള ഇൽമ് മാഷാ അല്ലാഹ് നമ്മുടെ അബു ഫൗസാൻ, ഷഹീർ മൗലവി, അതേപോലെ തന്നെ നൂറ്, അതേപോലെ തന്നെ അൻവർ, ഇവരെല്ലാം ആ മംഗലാപുരത്തുള്ള പിന്നെ KC റോഡിലുള്ള ആ ജാമിയത്തുൽ ഫുർഖാൻ എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തെ അതിൽ ജോലി ചെയ്ത് ജീവിക്കുന്നത് പോലെ, അതേപോലെ തന്നെ ഓരോരുത്തരും അവരവരുടേതായ ഇൽമ് പിന്നെ പറഞ്ഞു കൊടുക്കാനുള്ള നിലവിലുള്ള സ്ഥാപനങ്ങളെയും നിലവിലുള്ള സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക. ഏത് സംവിധാനമാണെന്നുള്ളതല്ല, നമ്മൾ പറയുന്ന ഇൽമ ഏതാണെന്നുള്ളതാണ് അടിസ്ഥാന വിഷയം. നമുക്ക് എപ്പോഴും പറയുന്നൊരു വിഷയമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വഅസ്ഹാബു റസൂലില്ലാഹ്. ഇതാണ് 3 മുദ്രാവാക്യം നമ്മുടെ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയുന്നത് മുഴുവനും അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായിരിക്കണം. രണ്ടാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ അള്ളാഹു പറയുന്നത് മുഹമ്മദ് നബി എന്താണോ പറഞ്ഞു തന്നത് അതനുസരിച്ചായിരിക്കണം. മൂന്നാമത്തത് അസ്ഹാബു റസൂലില്ല, അള്ളാഹു പറഞ്ഞതിനെ മുഹമ്മദ് നബി വിശദീകരിച്ചു കൊടുത്തപ്പോൾ സഹാബാക്കൾ എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നത് അതുപോലെ ആയിരിക്കണം. മാ കാലല്ലാ ഒമാ കാല റസൂലുല്ലാ അലാ ഫഹ്മി സഹാബ, അങ്ങനെയാണല്ലോ നമ്മുടെ അടിസ്ഥാന വാക്യം തന്നെ. നമ്മൾ അന്നു മുതലേ ശീലിച്ചിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഒരു പ്രത്യേകമായൊരു സ്ഥാപനം ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ ഒരു ദർസ് ഉണ്ടാക്കുക, എന്നിട്ട് കുറേ പണ്ഡിതന്മാരെ കൂട്ടിക്കൊന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഇല്ല, അങ്ങനെയുള്ള ഏർപ്പാടുകളും ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് മദീന മുനവ്വറയിൽ വെച്ച് വെള്ളിയാഴ്ച അസറിന് ശേഷം ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ദീൻ നമ്മൾ സാധാരണ പറയുന്നതിൻ്റെ തുടർച്ചയായി, അതായത് നമ്മുടെ മജ്ലിസു തഅലീമി ഷഹാദയുടെ തുടർച്ചയായി നമ്മൾ സാധാരണ ഖുതുബയിൽ എന്താണോ വിഷയം പറഞ്ഞിരിക്കുന്നതിൻ്റെ വിശദീകരണമാണ് മജ്ലിസിൽ പറയാറ്. ഖുതുബയിൽ ഒരു 1.25 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർത്ത വിഷയം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ മജ്ലിസിൽ വിശദീകരിക്കാറാണ് പതിവ്. വെള്ളിയാഴ്ച ഖുതുബയിൽ പറയുന്നത് ശനിയാഴ്ച നമ്മുടെ മജ്ലിസിൽ വിശദീകരിക്കാറാണ് പതിവ്.
ആ മജ്ലിസ് ഇപ്പോൾ മദീനയിൽ വെച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ എത്ര നാൾ എന്നുള്ളതും തീരുമാനിച്ചിട്ടൊന്നുമില്ല, എത്ര ആഴ്ച എന്ന് തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു എന്താണോ കദർ. അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിനോട് അപേക്ഷിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹ് കുറച്ച് കാലം ഈ അവസരം, മക്കൾ മദീനയിൽ പഠിക്കുന്ന സമയം, ഈ അവസരം ഒന്ന് ഉപയോഗപ്പെടുത്താനൊരു സൗകര്യം നീ ചെയ്തു തരണം. നിൻ്റെ 2 ഭവനങ്ങളിലായി കുറച്ച് കാലം കഴിച്ചുകൂട്ടാനൊരു സൗകര്യം നീ ചെയ്തു തരണം. അള്ളാഹുവെ അതിനുള്ള അസ്ബാബുകളെ നീ ഒന്ന് അനുകൂലമാക്കി തരണം. ഇതൊക്കെ അള്ളാഹുവിനോട് വളരെ അടുത്ത കാലത്തിനിപ്പുറം, ഒരു 2-3 ആഴ്ചക്കിപ്പുറം എന്തോ മനസ്സിനങ്ങനെ ഒരാഗ്രഹം, അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അള്ളാഹു ആവട്ടെ അത് വളരെ പെട്ടെന്ന് അസ്ബാബുകളെ അള്ളാഹു അനുകൂലമാക്കി തരികയും ചെയ്തു. ആ രീതിയിൽ ആ ഒരുക്കത്തിലാണ് വന്നിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഹബീബിൻ്റെ നാട്ടിൽ, ഹബീബിൻ്റെ വീട്ടിൻ്റെ ഓരത്തായിട്ട് ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ സംബന്ധിച്ച് അവിടുത്തെ ആ നാട്ടിൽ, ആ ഹബീബ് ജീവിച്ചു പോയ, ആ സഹാബാക്കൾ ജീവിച്ചു പോയ നാട്ടിൽ വെച്ച് കുറച്ച് അള്ളാഹുവിനെ പറ്റി, അള്ളാഹിൻ്റെ ഹബീബിനെ സംബന്ധിച്ചും ആഖിറത്തെ പറ്റിയും പറയണം, അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം ആ ഇൽമ് എന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. എത്ര ആഴ്ച എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. ചിലപ്പോൾ പെട്ടെന്ന് നിർത്തി നാട്ടിലുള്ള ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടും നാട്ടിൽ ഇതേപോലെയുള്ള തഅലീമാത്തുകളുടെ ആവശ്യം മുഖ്യമാണെന്ന് തോന്നുന്ന പക്ഷം നാട്ടിലേക്ക് പോവും, അത് വേറെ കാര്യം. ഇപ്പോൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാട്ടിൽ അൽഹംദുലില്ലാ വളരെ സംവിധാനങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൻ്റെയും റിസാലത്തിൻ്റെയും മാ ഖാലല്ലാ വ മാ ഖാല റസൂലുല്ലാ വ സ്വഹാബ് റസൂലില്ല എന്ന ആ അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ പരിവർത്തിപ്പിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ വെറും നെഗറ്റീവ് മാത്രം നോക്കിയിട്ട് ദുഃഖിക്കുന്നതിൽ കാര്യമില്ല. എല്ലാവരും ചാനലുകളാവട്ടെ, മറ്റുള്ള പ്രസംഗങ്ങളാവട്ടെ, സംഘടനകളുടെ പ്രമേയങ്ങളാവട്ടെ, അതിൻ്റെ ആ നെഗറ്റീവ് അവസ്ഥകളെ പരാമർശിക്കുകയും അതിനെതിരായിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയില്ല. പോസിറ്റീവ് ആരും കാണുന്നില്ല. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചോളം, കേരളത്തെ സംബന്ധിച്ചോളം വളരെ ജാഗ്രതയോടുകൂടി തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും രാജപാത വളരെ കൃത്യമായി തെളിഞ്ഞു വരുന്നൊരവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മൊത്തത്തിൽ അതാണ്. ലോകം മൊത്തത്തിൽ ചർച്ച. ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. കാര്യങ്ങളോട് എല്ലാം ഏതാണ്ട് അള്ളാഹു താല അവൻ്റെ ഇടപെടലിലൂടെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, പിന്നെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അങ്ങനെ, യൂറോപ്യൻ രാഷ്ട്രീയം ഇങ്ങനെ, പിന്നെ ഏഷ്യൻ രാഷ്ട്രീയം ഇങ്ങനെയൊന്നും വിശദീകരിച്ചിട്ട് ആരും ചർച്ച ചെയ്യാനൊന്നുമില്ല. ഏതാണ്ട് ലോകത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ ലോകത്ത് അത് അസ്ബാബുകളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് അവിടെയും ആദർശമാണ്. അത് ഹമാസ് മുതൽ ഹിസ്ബുള്ള വരെ ആയാലും ശരി, അതേപോലെ തന്നെ സിറിയ മുതൽ കേരളത്തിലെ സമസ്ത വരെ ആയിരുന്നാലും ശരി, എല്ലാറ്റിനും ഒരു തിരിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഇന്ന് ലോകത്ത് തൗഹീദും സുന്നത്തും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഏതൊരു രാജ്യമാണോ തൗഹീദും സുന്നത്തും അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാന പ്രമേയം അതാക്കിക്കൊണ്ട് ഭരിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഖുർആനിനെയും സുന്നത്തിനെയും വെച്ചുകൊണ്ട്, പിന്നെ ആദർശത്തിന് മുഖ്യമായും വളരെ നിർബന്ധം പാലിച്ചുകൊണ്ട് തന്നെ ഏതൊരു രാജ്യമാണോ അത് പരിഗണിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ ലോകത്ത് തൗഹീദി സംവിധാനം വളർന്നു വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സിറിയ ആയാലും ശരി, കേരളമായാലും ശരി. എങ്ങനെ തൗഹീദും സുന്നത്തും, ഖുർആനും സുന്നത്തും, മാ ഖാലല്ലാ വ മാ ഖാല റസൂലുള്ളാ, അതിപ്പോൾ ആരെ തൃപ്തിപ്പെടുത്തുക, ആരെ തൃപ്തിപ്പെടാതിരിക്കുക, ആർക്ക് ഇഷ്ടപ്പെടുക, ആർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. ഭരണകൂടങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. അത് സൗദി ഭരണകൂടമായിരുന്നാലും ശരി, മറ്റേത് ഭരണകൂടമായിരുന്നാലും ശരി, രാഷ്ട്രീയമായി ഭൗതികമായി അസ്ബാബിയായിട്ട് ചിലപ്പോൾ തൃപ്തിപ്പെടലും തൃപ്തിപ്പെടാതിരിക്കുകയും. ഇന്ന് ലോകത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തൗഹീദും സുന്നത്തും അടിസ്ഥാനമാക്കിക്കൊണ്ട് മാ ഖാലല്ലാ വ മാ ഖാല റസൂലുള്ളാഹ് ഒരു വിട്ടുവീഴ്ചയും നൽകാതെ, ആദർശമുഖത്തൊരു വിട്ടുവീഴ്ചയും നൽകാതെ, അഅ്മാലി രംഗത്ത് അസ്ഹാബികളെ പൂർണ്ണമായും സഹാബാക്കളെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിനാവശ്യമായ ഇൽമുകൾ ലോകത്തിന് വിഭാവനം ചെയ്യാൻ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ന് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയിൽ നിന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഉലമാക്കൾ ലോകം മുഴുവനും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അത് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ സൗദിയിലുണ്ട്. നാളെ പിറ്റേന്ന് ഇറാനിയൻ ഷീഈ ഭരണകൂടം തകർന്ന് തരിപ്പണമായി അവിടെയും ഒരു തൗഹീദി സുന്നത്തി സംവിധാനം പകരം കൊണ്ടുവരാൻ അള്ളാഹു കഴിവുള്ളവനാണ്. ഇത് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് നാം.
അതുകൊണ്ട് തന്നെ ഷീഈ ഭരണകൂടങ്ങൾ എവിടെയായിരുന്നാലും അത് തകർന്ന് തരിപ്പണമാകണം. ഒന്നാമതായിട്ട് ഷീഈ ഭരണകൂടം തകരണം, രണ്ടാമതായിട്ട് ജൂത ഭരണകൂടം തകരണം, മൂന്നാമതായിട്ട് ബാക്കിയുള്ള ബാത്തിൽ മുഴുവനും തകരണം. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു പുതിയ മതം ഇന്ന് ലോകത്ത് നിലവിലുണ്ടെങ്കിൽ അതും ഷീഈ മതമാണ്. അതേസമയത്ത് മറ്റുള്ള മതങ്ങളൊന്നും ഖുർആനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മതങ്ങളല്ല. ക്രിസ്തുമതം ഖുർആനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മതമല്ല. ജൂതമതം ഖുർആനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മതമല്ല. അതേപോലെ തന്നെ ആര്യമതമോ ദ്രാവിഡ മതമോ ഖുർആനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മതമല്ല. അതേ അവസരത്തിൽ ഷീഈ മതം ഖുർആനും സുന്നത്തും പറയുക, എന്നിട്ടൊരു പുതിയ മതം ലോകത്ത് ഇസ്ലാമിന് പകരം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഷീഈ മതം. അതുകൊണ്ടാണ് നാം അന്നും ഇന്നും ഷീഈ മതത്തിൻ്റെ നേരെ വളരെ ഗൗരവമായ നയം സ്വീകരിച്ചത്. പക്ഷെ കേരളത്തിലെ ഭൂരിപക്ഷം ഷീഈയത്തിൻ്റെ ജീർണത തലമണ്ടക്കകത്ത് സൂക്ഷിച്ചു നടക്കുന്ന പുരോഹിതന്മാർക്കടക്കം അത് മനസ്സിലാകാതെ പോയത് മനസ്സിലാകാഞ്ഞിട്ടല്ല, അവർ വിശ്വസിക്കുന്ന ഷീഈയത്തിൻ്റെ തലപ്പത്തുള്ളവർ ലോകത്തെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആ പൈശാചികത വെച്ചുകൊണ്ടാണ് അവർ ആ രീതിയിലുള്ള തീരുമാനത്തിലെത്തുന്നത്. ദീനുൽ ഇസ്ലാം അവരുടെ കയ്യിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല. അവരുടെ തലമണ്ടക്കകത്ത് ചില ഷീഈ വിശ്വാസം, ആ മതവുമായിട്ടൊരു ബന്ധം, അത് വലിയ 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 പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരും മറ്റും. അതെ, സമസ്ത കേരള ജമീയത്തുൽ-ഉലമയൊന്നും ഒരിക്കലും തകർന്ന് തരിപ്പണമാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. എല്ലാ സമസ്തകളും ഒത്തൊരുമിച്ച് കേരളത്തിൽ നിൽക്കണം. എന്നിട്ട് സുന്നത്തിനെതിരായിട്ട് ഒരു ഒഴിയട്ടെ, സുന്നത്തിനെതിരായി, തൗഹീദിനെതിരായി, സലഫിയത്തിനെതിരായിട്ട് ഒരു കൂട്ടോടുകൂടി തന്നെ ഒരുമിച്ചുകൂടി, ഒരിക്കലും എട്ടായി പൊട്ടി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാൻ നമ്മളില്ല. അത് എട്ടായി പൊട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എതിര് വിഭാഗം എട്ടായി പൊട്ടരുത്, അത് ഒറ്റക്കെട്ടായി നിൽക്കണം. എന്നിട്ട് വളരെ ശക്തമായി തൗഹീദിനും സുന്നത്തിനും എതിരായിട്ട് അവർ പ്രസംഗിക്കണം. അപ്പോഴാണ് ഇപ്പുറത്ത് സലഫിയത്തിൻ്റെ രാജപാതയിലുള്ളവർക്ക് കാര്യം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുക. ഇതെല്ലാവരും പൊട്ടിപ്പടർന്ന് എല്ലാവരും അവരുടേതായ മാനസികാവസ്ഥയുമായി നടക്കുമ്പോൾ ആദർശത്തിൻ്റെ പ്രബോധനം അത് വലിയ ദുസ്സഹമാണ്. ആദർശ പ്രബോധനത്തിന് എപ്പോഴും സമാധാനപരമായ അന്തരീക്ഷം വേണം. വിപ്ലവകരമായ രാഷ്ട്രീയ വിപ്ലവമോ സാമ്പത്തിക വിപ്ലവമോ സാമുദായിക വിപ്ലവമോ ഉണ്ടാകുന്നിടത്ത് ഇസ്ലാമിൻ്റെ ആദർശ പ്രസ്ഥാനം നടക്കുകയില്ല. അതുകൊണ്ടാണ് ലോകത്ത് വിപ്ലവങ്ങൾ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മെനക്കെടുന്നത്. ജൂതന്മാരായാലും നസാറാക്കളായാലും കമ്മ്യൂണിസ്റ്റുകളായാലും എപ്പോഴും സമൂഹത്തെ വിപ്ലവ വീര്യം ഉണ്ടാക്കി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? വിപ്ലവ വീര്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും ആദർശത്തിൻ്റെ പ്രബോധനത്തിന് പ്രസക്തി ഉണ്ടാവില്ല. അവരെപ്പോഴും ആ വിപ്ലവത്തെയും വിപ്ലവാനന്തര പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്ന തലയിലായിരിക്കും. സെലഫികൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ശാന്തമായൊരു അന്തരീക്ഷം ഭൂമിയിൽ ഉണ്ടാവണം, ലോകത്തുണ്ടാവണം. ആ ശാന്തമായ അന്തരീക്ഷത്തിലെ അള്ളാനെ പറഞ്ഞാൽ അവരെ മനസ്സിൽ കയറുള്ളൂ, ആഖിറം പറഞ്ഞാൽ മനസ്സിൽ കയറുള്ളൂ. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് എപ്പോഴും വിപ്ലവം ഉണ്ടാകണം എന്നത് അവരുടെ ആഗ്രഹത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമീയത്തുൽ-ഉലമയുടെ ഉള്ളിൽ വിപ്ലവം ഉണ്ടാകാൻ പാടില്ല. അവരെത്രയും പെട്ടെന്ന് സമവായത്തിലെത്തണം. തീർച്ചയായിട്ടും അതിന് അർഹതയുള്ള അസ്ബാബുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയത്തിൽ അവഗാഹമുള്ള പ്രഗത്ഭന്മാർ ആ കൂട്ടത്തിലുണ്ട്. സാങ്കേതിക വിഷയത്തിൽ അവരുടെ സാമർഥ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും എത്രത്തോളം നാം ആഗ്രഹിക്കുന്നു രണ്ട് സമസ്തകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ യോജിക്കുകയും ഒരു സമവായത്തിലെത്തുകയും ഒരു വൻ ശക്തിയായി നിലനിൽക്കുകയും ചെയ്യണം. എന്തുകൊണ്ടെന്നറിയുമോ? കൗനിയായ താക്കത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സംവിധാനങ്ങൾ വേണം. ഏതുപോലെ അഷ്റഫുൽ ഖൽക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉപയോഗിച്ചതുപോലെ, അഷ്റഫുൽ ഖൽക്ക് മുത്തഇം ഇബ്നു അദീനെ ഉപയോഗിച്ചതുപോലെ, അഷ്റഫുൽ ഖൽക്ക് ഹക്കീം ഇബ്നു ഹിസാമിനെ ഉപയോഗിച്ചതുപോലെ, അവരാരും ഒന്നും മുസ്ലിം ആയിരുന്നില്ല. പക്ഷേ അഷ്റഫുൽ ഖൽക്ക് അവരെയൊക്കെ ഉപയോഗിച്ചു ദഅവത്തിൻ്റെ മാർഗത്തിൽ. അപ്പോൾ ദഅവത്തിൻ്റെ മാർഗത്തിൽ കൗനിയായ സാങ്കേതിക ജ്ഞാനത്തെയും സാങ്കേതിക ജ്ഞാനമുള്ളവരെയും ഉപയോഗപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ടുന്ന അതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ടല്ലോ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ 75ഓളം വരുന്ന ഖസ്റജ് ഗോത്രക്കാർ ഈ മദീനയിൽ നിന്ന്, ഇത് അന്ന് യസ്രിബാണ്, ഇവിടുത്തെ പ്രഗത്ഭ ഗോത്രമായ ഖസ്റജുകാർ 75 പേര് അന്ന് പോന്ന ഹാജിമാരെ കൂട്ടത്തിൽ പോയിരുന്നു. അന്ന് 500 ഹാജിമാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, ഈ ഖസ്റജ് ഗോത്രക്കാരായ ആൾക്കാർ. 500 ഹാജിമാരെ കൂട്ടത്തിൽ 75 മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അമുസ്ലിമീങ്ങൾ. അമുസ്ലിമീങ്ങൾക്ക് എന്ത് ഹജ്ജ് നിങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ അമുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ ഏതോ മതക്കാർ എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്, ഈ പുരോഹിതന്മാരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അമുസ്ലിമീങ്ങൾ പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും അനുസരിച്ച് അതേ അവസരത്തിൽ മൗലാനമാരെയും ഷെയ്ഖിനമാരെയും പിൻപറ്റി അതേ അവസരത്തിൽ വലിയുകളെയും ഷെയ്ഖുകളെയും ഇടയാളുകളാക്കി നിർത്തി ഒറിജിനൽ ഇസ്ലാമിനെ കൊളമാക്കിയ കൂട്ടരായിരുന്നു ബാക്കി 425 പേര്.
നമ്മുടെ നാട്ടിൽ നിന്ന് സെൽഫികളും ഷിയാക്കളും ഹജ്ജിന് വരുന്നത് പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് 1,00,000 ഹാജിമാർ വരുന്നുണ്ടെങ്കിൽ അതിലാകെ 10,000 പേരായിരിക്കും സെൽഫിയിൽ ഉണ്ടാകുക. ബാക്കി 91,000 പേര് 1,00,000 നിന്ന് 10,000 കൂടി കഴിച്ചു കഴിഞ്ഞാൽ 99,900 1,99,1000 അത്രയും പേര് ഷിയാക്കളായിരിക്കും ഈ മിനായിലൊക്കെ ഒരുമിച്ച് കൂടുന്നത്. എന്താ ചരിത്രത്തെ നിഷേധിക്കുന്നത് നമ്മൾ? അപ്പുറത്തുനിന്ന് ഷിയാക്കളെ വേല നടക്കുന്നുണ്ടാവും മിനായിൽ, ഇപ്പുറത്ത് സെലഫികളെ വേല നമുക്ക് കുറേ അനുഭവം ഉണ്ടായതാണ്. ഒരു ടെൻറ്റിൽ വെച്ച് പ്യൂർ തൗഹീദ് സംസാരിക്കുമ്പോൾ വേറൊരു ടെൻറ്റിൽ വെച്ചിട്ട് കുത്തിവെത്തും റാത്തീബ് ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതന്നെ അന്നും നടന്നുകൊണ്ടിരുന്നത്. ഹസ്രജ് ഗോത്രക്കാരായ 425 ഹാജിമാർ, ഈ റാത്തീബിൻ്റെയും കുത്തിവെത്തിൻ്റെ ആൾക്കാർ. അതേ അവസരത്തിൽ അഷ്റഫുൽ മുസ്ലിമീങ്ങളായ തൗഹീദിൻ്റെ വക്താക്കൾ 75 പേര്, അതിൽ 73 പേര് ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണ്. അവരെല്ലാം കൂടിയിട്ട് മിനായിൽ തമ്പിലാണുള്ളത്. ഇവരെ കൂട്ടത്തിൽ ഇവർ റസൂലുള്ളാഹി തങ്ങളെ കാണലും കൂടിയാണ് ലക്ഷ്യം. ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിൽ മുസ്ലിമീങ്ങളായവരാണ് അവർ. അഷ്റഫുൽ ഖൽഖിനെ കാണലും കൂടിയാണ് ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ നിന്ന് 2 ആൾ, ഒന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ്, ആ കൂട്ടത്തിൽ വേറെ ഒരാളും കൂടി, അങ്ങനെ 2 പേരും കൂടിയിട്ട് അഷ്റഫുൽ ഖൽഖിനെ കാണാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് അവർ പറഞ്ഞു, ഞാൻ ഹജ്ജ് കഴിയുന്ന ദിവസം ദുൽഹജ്ജ് 13 അന്ന് രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ജംറയിലേക്ക് വരാം, നിങ്ങളെല്ലാം കൂടിയിട്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കൂടിക്കൊള്ളാം. ഇത്ര സമർത്ഥമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് ദേവത്ത് നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയതിൻ്റെ കാരണം എന്താ? ആ 425 ഷിയാക്കൾ അറിയാൻ പാടില്ല. ആ 425 കുത്തുബത്തിൻ്റെയും റാത്തിബിൻ്റെ ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്. മൗലാനമാരും ശേഖുനന്മാരും അവരറിയാൻ പാടില്ല. അവരറിഞ്ഞു കഴിഞ്ഞാൽ ആകെ ബഹളമായിരിക്കും, കുറേശികളെല്ലാം ആകെ പരസ്യമാകും കാര്യം. അങ്ങനെ അവരെ ഒളിപ്പിച്ചിട്ട്, എന്നല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മാതിരി ഏതെങ്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും പേരുള്ളവരെ പേടിച്ചിട്ടല്ല ഇത്. അവരെ ഒളിപ്പിക്കുന്ന ആരാ? 425 ഹാജിമാരെ ഒളിപ്പിച്ചിട്ടാണ് ആ 75 പേരോട് ഒറ്റക്ക് പോകാൻ വേണ്ടി റസൂലുള്ളാഹി നിങ്ങൾ പറയുന്നത്. എല്ലാവരും മിനയിൽ ഹജ്ജിന് വേണ്ടി വന്നിരിക്കുകയാണ്. എങ്ങനെ 500 പേരും വരുന്നത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് വിളിച്ചോണ്ടാണ്. മനസ്സിലാക്കണം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. എല്ലാവരും അതേ സമയത്ത് ആ 425 പേര് റാത്തീബിൻ്റെയും കുത്തുബത്തിൻ്റെ ആൾക്കാർ കുത്തുബത്ത് ഈ തൽബിയത്തിൻ്റെ ഒന്നിച്ച് ഒരു റാത്തീബ് കൂട്ടി വെച്ച്, എന്താണത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അതിനൊക്കെ റാത്തീബ് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അത് റാത്തീബിൻ്റെ ആൾക്കാരെ വക, അത് കുത്തുബത്തിൻ്റെ ആൾക്കാരെ വക. മറ്റേ 75 പേരോ? ആ 75 പേര് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്. തീർന്നു. തൗഹീദിൻ്റെ ആൾക്കാർ അങ്ങനെ, ഷിയത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ. എല്ലാവരും വന്നിരിക്കുന്ന ഹജ്ജിന് വേണ്ടിയിട്ടാണ്. ഇന്നും അങ്ങനെ തന്നെ. അപ്പുറത്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക യാ ഗൗസ് യാ മുഹീദ്ദീൻ യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മിനയിലെ ഒരു തമ്പിൽ. മറ്റേ തമ്പിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. അതിനൊക്കെ വേറെ ആരുമില്ല, അല്ലാഹ് മാത്രം. അത് മറ്റേ തമ്പിൽ. അത് തന്നെ അന്നും അത് തന്നെ ഇന്നും. എന്താ വ്യത്യാസം? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഈ മനസ്സിലാകാത്ത എന്താ? മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ളത് ഇൽമ് വേറെയാണ്, ഫഹ്മ് വേറെയാണ്. അങ്ങനെ ഇവിടെ റസൂലുള്ളാഹി തങ്ങളെ കാലഘട്ടം, റസൂലുള്ളാഹി തങ്ങൾ നബിയായി വന്നിട്ട് ഏതാണ്ട് ഹിജ്റൻ്റെ സമയം ആകാതിരിക്കാൻ 2 കൊല്ലം കഴിഞ്ഞാൽ നബി തങ്ങൾക്ക് മദീനത്തേക്ക് പോകണം. ഹിജ്റയുടെ നൂവത്തിൻ്റെ 8ാം കൊല്ലത്തിലായിട്ടാണ് ഈ 8-9 കൊല്ലത്തിലായി സംഭവം നടക്കുന്നത്. നൂവത്തിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് മദീനത്തേക്ക് പോകണം. അതിനുള്ള തുടക്കമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഖസ്റജ് ഗോത്രക്കാരായ 75 മുവഹിദുകളായ സലഫികളായ മുസ്ലിമീങ്ങളും 425 ഷിയാക്കളായ മുസ്ലിമീങ്ങളും ഇവരെല്ലാം കൂടി വന്ന ഹജ്ജ് റസൂലുള്ളാഹി തങ്ങൾ പറയും, നിങ്ങൾ 75 പേരും വളരെ സ്വകാര്യമായി ആരും അറിയാതെ രാത്രി ഇരുട്ടത്ത് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഇരുന്നോളണം, ഞാൻ ആ സമയത്ത് അവിടെ എത്തിക്കോളാം. അഷ്റഫുൽ ഖൽഖ് ആരും കാണാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുകയായി. ഇവരെന്താ ചെയ്തതെന്നറിയുമോ? എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ദഅവത്ത് കൊടുത്തു.
രാത്രി ഇത്ര മണിക്ക് ഓരോരാൾ ഒന്നിച്ചിറങ്ങരുത് തമ്പുന്ന് ഓരോരാളെ ഇറങ്ങാവും. അത് തന്നെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു സെൽഫി സ്റ്റേജ് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൽഫി മദ്രസ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഷിയാക്കളെ പേടിച്ചിട്ട് ചിലപ്പോൾ പ്രവർത്തകന്മാർ 4 വഴിക്കായിരിക്കും വരും, എല്ലാവരും ഒന്നിച്ച് വന്നുള്ളൊന്നുമില്ല. എത്ര കൃത്യമായി ചരിത്രത്തിൻ്റെ ആവർത്തനം ലോകത്ത് നടക്കുന്നത്, ഇത് മനസ്സിലാക്കാത്തത് എന്തേ? മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് അനിവാര്യമാണ്. ആ മനസ്സിലാക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് ഇതിൽ 75 പേരും പിന്നെ അക്കബായുടെ ആ പർവ്വത തീരത്ത് ഒരു പാറക്കെട്ടിൻ്റെ അപ്പുറത്ത് വളരെ രഹസ്യമായി ഒരുമിച്ച് കൂടി. ബാക്കി എല്ലാവരും സുഖമായ ഉറക്കത്തിലാണ്. കൂടാരത്തിൽ അജ്ജിന് വന്ന ഹാജിമാരൊക്കെ വളരെ സുഖമായ ഉറക്കത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പേരോടൊപ്പം വന്നു. അതിലൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്, രണ്ടാമത്തത് അലി റളിയല്ലാഹു അൻഹുവാണ്, മൂന്നാമത്തത് ആരാന്നറിയോ? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. അന്ന് റളിയല്ലാഹു അൻഹു പറയാനായിട്ടില്ല, കാരണം അബ്ബാസ് മുസ്ലിം ആയിട്ടില്ല. അന്ന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബദ്റും മുഹദൊക്കെ കഴിഞ്ഞിട്ടാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നത്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ആരെയും കൂട്ടിയിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു സലഫി പ്രോഗ്രാം ആ നാട്ടിലെ ഏതെങ്കിലും സമസ്തക്കാരെ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്താൻ നമുക്ക് അനുവാദം തരികയാണ്. ഈ കാലത്തിൽ അയാളെ സ്ഥലം നമുക്ക് വാങ്ങാം. അയാളെ സ്ഥലത്തിൻ്റെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടില്ലേ? തനി ഷിയാക്കൾ ആയ ആജിയാക്കന്മാർ സ്ഥലം തന്നിട്ട് സലഫി പ്രോഗ്രാമുകൾ നടക്കില്ല നാട്ടിൽ. എന്തുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾ ദഅവത്തിൻ്റെ മാർഗത്തിൽ കൗനിയായ രീതിയെ അവരിൽ നിന്ന് സ്വീകരിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖോട് പറഞ്ഞു, നിങ്ങൾ ഈ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കണം, ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ. റളിയല്ലാഹുവിനോട് പറഞ്ഞു, നീ വഴിക്ക് പോയി നിന്നാൽ മതി. ചെറുപ്പക്കാരനാണല്ലോ, നല്ല ജഗപുകയാണല്ലോ, നീ വഴിക്ക് നിന്നാൽ മതി, ആരെങ്കിലും വരുന്നു തോന്നി അപ്പം തന്നെ അറിയിച്ചോളാം വിഷയം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കാവൽക്കാരായിട്ട് 2 പേരെ നിർത്തി. ആരെയും കൂട്ടിയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്? അബ്ബാസിനെയും കൂട്ടിയിട്ട്. റളിയല്ലാഹു അൻഹു, നമുക്ക് അഭിമാനത്തോടെ റളിയല്ലാഹു അൻഹു പറയാം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. ഉള്ളിലേക്ക് പോയിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. സലാം പറഞ്ഞു, ഓരോരുത്തരെയും പരിചയപ്പെടുകയാണ്. ഇതാരാണ്. അപ്പം എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാം 40 വയസ്സിൽ കുറവുള്ള ചെറുപ്പക്കാർ, വയസ്സുള്ളവരാരുമില്ല. ഇപ്പം അബ്ബാസ് ആ ജഹാലത്ത്, പഴയകാല ജഹാലത്ത്, നമ്മുടെ നാട്ടിലെ ഷിയാക്കൾ പറയും പോലെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഉള്ളത്? ചള്ള് പിള്ളറ്, പഴയ തെണ്ടി പിള്ളറ്, ഇപ്പം മുജാഹിദീങ്ങൾ വിളിച്ച് നടക്കുന്നത്. നമ്മളെ മാന്യന്മാരെ കാണുന്നില്ല, ഉസ്താദ്മാർ, ശൈഖന്മാർ, തങ്ങന്മാർ, വലിയ വലിയ വയസ്സുള്ള ആൾക്കാർ, ഇതൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ളത്. എടാ നീ ഈ ചള്ള് പിള്ളർ ഇന്നലെ വരെ ഞാൻ സാധാരണ പറയുന്നില്ല, കണ്ടന്റ് ഹൗസ് വിട്ടിട്ട് ദിനേശ് വീടിൻ്റെ കുറ്റിയും വെച്ച് തെക്കോട്ടും വടക്കോട്ടും അറാബാറ നടന്ന പിള്ളർ ഇപ്പം തൗഹീദ് വെച്ച് നടക്കുന്നു. നിങ്ങൾക്ക് ആരാളുള്ള നേതാക്കന്മാർ? നിങ്ങൾക്ക് ആരാ നിങ്ങളെ തലപ്പത്തുള്ളത്? അത് തന്നെയാണെന്ന് അബ്ബാസ് അഷ്റഫുൽ ഖൽഖിനോടും ചോദിച്ചത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, മുഹമ്മദ്, മാന്യന്മാരാരും ഈ കൂട്ടത്തിലില്ലല്ലോ, നമുക്ക് സംസാരിക്കാൻ പറ്റിയവരാരും ഇല്ലല്ലോ, ഖസ്റജ് ഗോത്രത്തിൻ്റെ തലവന്മാരെയൊന്നും കാണുന്നില്ലല്ലോ, ഔസ് ഗോത്രത്തിൻ്റെയും തലവന്മാർ എല്ലാം പിള്ളറാണല്ലോ മുഹമ്മദ്. ആ ജഹാലത്ത്, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഷീയത്ത് ജഹാലത്ത്, മൗലാന ജഹാലത്ത്, ഷെയ്ഖുന ജഹാലത്ത്, അതെന്നാണ് അബ്ബാസ് പറഞ്ഞു കൊടുത്തതെന്ന്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാരണന്മാരാണോ മുദരിസന്മാരാണോ മുത്തവല്ലിമാരാണോ എന്നല്ല, തൗഹീദ് അംഗീകരിച്ച ചെറുപ്പക്കാരാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ആദ്യം സംസാരിക്കാൻ അബ്ബാസിനെ ഏർപ്പാടാക്കുന്നത് റസൂലുള്ള. അബ്ബാസാണ് ഹംദും ഫനാവും പറഞ്ഞുകൊണ്ട് ആ കൂട്ടത്തോട് ആദ്യം പ്രസംഗിക്കുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അന്ന് അബ്ബാസ് മുസ്ലിം അല്ല. ഞാൻ ഇത് പറഞ്ഞെന്തിനെന്നറിയോ? കൗനിയായ വിഷയത്തിൽ ദഅവത്തിന് വേണ്ടി സാങ്കേതിക കാര്യത്തിൽ ഈ ഷിയാക്കളെ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സമസ്ത അങ്ങനെ പിളർന്ന് നശിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സമസ്ത നിലനിൽക്കണം, 2 സമസ്ത യോജിക്കണം, അതിൻ്റെ ഉള്ളിലുള്ള യുദ്ധം തീരണം, വല്ലാഹി തീരണം. അല്ലാ, കഅബത്തിൻ്റെ റബ്ബായ അല്ലാഹുവേ, പ്രശ്നമുണ്ടാക്കാതെ നീ സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തണമേ എന്നാണ് നമ്മൾ ദുആ. അത് അർഹതയുള്ളവരെ കയ്യിലേക്ക്, ഇപ്പം സാദിഖ് അലി തങ്ങളെ പോലെയുള്ള ആൾക്കാരെ കയ്യിലേക്ക് ഈ അസ്ബാബി താക്കത്ത് വന്നാൽ നാളെ പിറ്റേന്ന് സലഫിയത്തുള്ള ഗുണം ചില്ലറയായിരിക്കൂല. പിന്നെ ആരെന്ത് വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല. നാം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതിന് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് അല്ലാഹു തആല സംഘത്തെ കൊണ്ടു കൊടുക്കും. എന്താ അർഹത എന്ന് പറഞ്ഞാൽ, സലഫി ആകുന്നില്ലെങ്കിലും സലഫിയത്തിൻ്റെ മാർഗത്തിൽ സഹായികളാകാൻ അവരെ കൊണ്ട് കഴിയും. എല്ലാം കാഫിര്യങ്ങളാണ്, തൊഴാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല, മരിച്ചെടുത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം മനുഷ്യരാണ് എന്ന് പറയുന്നൊരു സമൂഹം ആ സമൂഹത്തിന് തലപ്പത്ത് വന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സലഫിയത്ത് വളർത്തും. ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് കേരളത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് തീർച്ചയായിട്ടും തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും രാജപാതയിലേക്കുള്ള സൂചനയാണ്.
പുതിയ നൂറ്റാണ്ടിൻ്റെ യൗവനം പൂർത്തിയാകലോടുകൂടി ലോകത്ത് ഇൻഷാ അല്ലാഹ് പലതും നടക്കും. ഈ ഭരണകൂടങ്ങൾ തകർന്ന് തരിപ്പണമാകും. ഇവിടെ സിറിയയിലെ പോലെയുള്ള കാട്ടാളന്മാരായ ക്രൂരന്മാരായ ഇവിടുത്തെ ജൂതന്മാരെക്കാളും അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തെക്കാളും അപകടകാരികളായ ഇസ്ലാമിൻ്റെ അഡ്രസ്സും പറഞ്ഞ് ഇറാൻ പോറ്റു വളർത്തിയ ഈ സിറിയ തകർന്ന് തരിപ്പണമായതുപോലെ ഇന്ന് ഈ ഭരണകൂടങ്ങൾ മുഴുവനും അങ്ങ് ഇറാൻ മുതൽ ഇങ്ങ് കേരളത്തിലെ കോഴിക്കോട് വരെ എല്ലാ ഈ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായി തൗഹീദിൻ്റെ ദീപശിഖ അതേ സുന്നത്തിൻ്റെ വെളിച്ചത്തിൽ പൂർണ്ണമായൊരവസ്ഥയിലേക്ക് ഈ 2000-ൻ്റെ യൗവനം തീരുമ്പോഴേക്ക് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അല്ലാ നീ സഹായിക്കണേ അല്ലാ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അലം.